ശാലിനി ചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. ചേച്ചി. ആഹാ മക്കളെ, എന്തുണ്ട് വിശേഷം? ശാലിനി, സൗകര്യങ്ങളൊക്കെ കുറവാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കുടുംബശ്രീ ഹോട്ടലിലെ ഒറ്റമുറി അടുക്കളയേക്കാൾ ചെറുതൊന്നും അല്ലല്ലോ ഇത്. അവിടെ തുടങ്ങിയതാ എന്റെ ജീവിതം. ശാലിനിയും കുട്ടികളും കുറച്ചു ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനെന്താ ശിവേട്ട, നമുക്കിവിടെ ഒരു കുടുംബം പോലെ കഴിയാം. ശാലിനി ചേച്ചിക്ക് എന്ത് വേണേലും ഞങ്ങൾ ചെയ്തു തരാം. ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കും എന്റെ കുട്ടികൾക്കും നല്ലൊരു വീട് കിട്ടുന്നത് വരെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റണം. എനിക്ക് അത്രേ വേണ്ടു. ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു. ചന്ദ്രൻ, കുട്ടികളെ അകത്തുകൊണ്ടുപോയി മുറിയൊക്കെ കാണിച്ചു കൊടുക്ക. ശരി. ശരി മക്കളെ. വാ ചേച്ചി, മക്കളെ വാ വാ. വാ ചേച്ചി. ചേച്ചി മക്കളും ഈ റൂം എടുത്തോ. അപ്പൊ നിങ്ങളൊക്കെയോ? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കിടന്നോളാം. ശിവേട്ടന് സോഫ തന്നെ ധാരാളം. പിന്നെ ഇവരുടെ വീട് ഇതിന്റെ പിന്നിലാ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോവും. എപ്പോഴും ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ആ ചേച്ചി, വാഷ്റൂം ഒക്കെ അപ്പുറത്താണേ. എന്നാ ശരി, ഞാൻ പുറത്തുണ്ടാവും. മക്കളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. എത്ര ദിവസം അമ്മേ നമ്മളിവിടെ താമസിക്കുക? അത് അറിയില്ല മോളെ. നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വീടെടുത്ത് മാറണം. അമ്മേ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാവേ. ഞാനും വരുന്നുണ്ട്. വലിയൊരു ഇൻഷുറൻസ് തുക കയ്യിലേക്ക് വന്ന ആരെങ്കിലും വേണ്ടാന്ന് പറയോ? ശാരികയുടെ കുഞ്ഞിനെ ആർക്കോ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾക്ക് മുന്നിൽ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വേറെ ഏതോ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചില്ലേ നീ? ഇത്രയും ക്രൂരതയോടെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ.